നമ്മൾ ഞാൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇന്നലെ പറഞ്ഞത് ബാക്കിയാണ് പറയുന്നത്. അതിന്റെ കുറച്ച് കൺഫ്യൂഷൻ വന്നായിരുന്നു, ഒന്ന് മാറ്റാൻ. നമ്മള് ഓപ്പറേറ്റർ ഓൾജിബ്ര പഠിച്ചതാണ്. ഓപ്പറേറ്റർ ഓൾജിബ്രയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ക്രിയേഷൻ ഓപ്പറേറ്ററും അനൈലേഷൻ ഓപ്പറേറ്ററും. നമ്മൾ എന്തിനാണ് ഡിഫൈൻ ചെയ്തത്? ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഒന്നല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ചെയ്ത് എടുത്ത് സാധാ അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ, അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താം. അതല്ലാതെ ഓപ്പറേറ്റർ അപ്രോച്ച് ഉണ്ട്, അതിലാണ് നമ്മൾ ഇത് പറയുന്നത്, ക്രിയേഷൻ അനൈലേഷൻ ഓപ്പറേറ്റർ. ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബ്ലം ചെയ്യാൻ മറ്റൊരു അപ്രോച്ച് ഉണ്ട്, അതാണ് ഓപ്പറേറ്റർ അപ്രോച്ച്. ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്ത രണ്ട് ഓപ്പറേറ്റർ ആണ് അനൈലേഷൻ ഓപ്പറേറ്ററും ക്രിയേഷൻ ഓപ്പറേറ്ററും. അതേപോലെ ആംഗുലർ മൊമെന്റം വരുന്ന ടേംസിൽ ആംഗുലർ മൊമെന്റം, അതായത് സ്പെരിക്കൽ ഹാർമോണിക്സ്, ഹൈഡ്രജൻ ആറ്റം, അങ്ങനെ ആംഗുലർ മൊമെന്റം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ, ആംഗുലർ മൊമെന്റം പാർട്ടായിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് എൽ പ്ലസും എൽ മൈനസും. നമ്മൾ എ ഡയഗ്രം എയും ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ആംഗുലർ മൊമെന്റം ഇൻവോൾവ് ആയിട്ടുള്ള കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് എൽ പ്ലസും എൽ മൈനസും. ഇതിനെ ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയും. ആംഗുലർ മൊമെന്റം ഓൾജിബ്ര. ഓക്കെ, ഇതിനെ ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയും. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എൽ എക്സ് ആൻഡ് എൽ വൈ ലാണ്. എൽ പ്ലസ് ഈക്വൽ ടു എൽ എക്സ് പ്ലസ് ഐ എൽ വൈ, എൽ മൈനസ് ഈക്വൽ ടു എൽ എക്സ് മൈനസ് ഐ എൽ വൈ. ഇതാണ് നമ്മുടെ ലാഡർ ഓപ്പറേറ്റേഴ്സ്. പിന്നെ ഇന്നലെ കൺഫ്യൂഷൻ വന്നൊരു പാർട്ട് എക്സ്പെക്ടേഷൻ വാല്യൂ പറഞ്ഞപ്പോഴാണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ലാംഡ ഐ പി ഐ. ഇങ്ങനെ ഞാൻ ഇന്നലെ ഡിഫൈൻ ചെയ്തായിരുന്നു. എക്സ്പെക്ടേഷൻ വാല്യൂ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ലാംഡ ഐ പി ഐ. ഞാൻ ഒന്നുകൂടെ പറയാണ്, കുറച്ചൊരു പോകുന്നത്. നമ്മള് ഇന്നലെ വൈകിട്ട് പറഞ്ഞ ക്ലാസ് ആംഗുലർ മൊമെന്റം ഓൾജിബ്രയാണ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുക്കുക, അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അതെടുത്ത് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പറേറ്റർ അപ്രോച്ച് ഉണ്ട്, നമ്മളൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുവാണ്, എന്നിട്ട് അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യാൻ വേണ്ടി, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഡിഫൈൻ ചെയ്ത ഓപ്പറേറ്റർ ആണ് എ ഡയഗ്രം എ, ക്രിയേഷൻ അനൈലേഷൻ ഓപ്പറേറ്റർ. അത് നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് ക്ലാസ്സിൽ കേട്ടതാണ്. നമുക്കിനി ആംഗുലർ മൊമെന്റം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കേസ്, ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവം, അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ലാഡർ ഓപ്പറേറ്റർ, എൽ പ്ലസും എൽ മൈനസും. അതാണ് ഇന്നലെ വൈകിട്ടത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എൽ പ്ലസും എൽ മൈനസും അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൽ പ്ലസ് ഈക്വൽ ടു എൽ എക്സ് പ്ലസ് ഐ വൈ, എൽ മൈനസ് ഈക്വൽ ടു എൽ എക്സ് മൈനസ് ഐ എൽ വൈ. ഇനി ഇന്നലെ വൈകിട്ടത്തെ ക്ലാസ്സിൽ കൺഫ്യൂഷൻ വന്നൊരു പാർട്ട് ഇതാണ്, അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ലാംഡ ഐ പി ഐ. ഇത് ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയുണ്ട്. നമുക്ക് ഒരൊറ്റ ബേസിസ് ആണെങ്കിൽ, സിംഗിൾ ബേസിസ്, നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എടുക്കുമ്പോൾ ഈ ലാംഡ ഐ മാത്രമേ എഴുതുള്ളൂ. കാരണം
നമ്മുടെ സിസ്റ്റം ഒരൊറ്റ ബേസിസ് ആണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം വേറെ സ്റ്റേറ്റിലേക്ക് പോകാനില്ല, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആവണമല്ലോ. സിസ്റ്റം ഒരൊറ്റ സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. സോ നമ്മളൊരു ലാംഡ എന്ന് എടുക്കും. ഇനി നമുക്ക് സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടെങ്കിൽ സിസ്റ്റം as a linear combination of bases. System as a linear combination of bases. Psi equal to a psi 1 plus b psi 2. രണ്ട് സ്റ്റേറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ഞാൻ ഫംഗ്ഷൻ എഴുതി. psi equal to a psi 1 plus b psi 2. ഇതിൽ നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടെത്തുമ്പോൾ സമ്മേഷൻ ഓവർ ഐ ലാംഡ ഐ പി ഐ ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പൊ വേണമെങ്കിൽ തോന്നാം നമ്മൾ ക്രിയേഷൻ ഓപ്പറേറ്ററും അനൈലേഷൻ ഓപ്പറേറ്ററും പറഞ്ഞപ്പോൾ ഇത് എന്തേ ഡിഫൈൻ ചെയ്യാത്തതെന്ന്. ക്രിയേഷൻ ഓപ്പറേറ്ററും അനൈലേഷൻ ഓപ്പറേറ്ററും ചെയ്തപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത്. നമ്മളവിടെ പി ഐ ഒക്കെ എടുക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിയേഷൻ ഓപ്പറേറ്ററിന്റെ psi ഈക്വൽ ടു ക്രിയേഷൻ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞ, അതായത് അനൈലേഷനും ക്രിയേഷൻ ഓപ്പറേറ്ററും നമ്മൾ പറഞ്ഞ അത് ഒന്നുകൂടെ പറയുകയാണ്. psi ഈക്വൽ ടു a psi 1 പ്ലസ് b psi 2. എക്സ്പെക്ടേഷൻ എക്സ് കണ്ടെത്താൻ നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. h ക്രോസ് ബൈ 2 m ഒമേഗ h cross by 2m omega root n plus 1 a star b plus b star a. ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നല്ലോ. ഈ രണ്ട് ടേംസും ആണ് അവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് പ്രോബബിലിറ്റി മോഡ് എ സ്ക്വയർ വരും എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ. നമ്മൾ എക്സ്പെക്ടേഷൻ എക്സ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം അല്ലല്ലോ, സ്റ്റേറ്റ് മാറുന്നില്ലേ? അപ്പൊ നമുക്കവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ലാംഡ എസ് പി എസ് തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു C1 C initial into C final star. അതായത് പി എസിന്റെ വാല്യൂ പി എസ് ഈക്വൽ ടു സി ഇനിഷ്യൽ ഇൻറ്റു സി ഫൈനൽ സ്റ്റാർ. നിങ്ങൾക്ക് സെയിം ബേസിസ് ആണെങ്കിൽ, രണ്ട് സ്റ്റേറ്റും സെയിം ആണെങ്കിൽ പി എസ് ഈക്വൽ ടു മോഡ് സി ഐ സ്ക്വയർ. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് സി ഐ ഇൻറ്റു സി ഐ സ്റ്റാർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് സി ഐ സ്ക്വയർ. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇത് എഴുതിയത് നമ്മൾ അവിടെ ഈ പ്രോബബിലിറ്റി എടുക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയത്. എക്സ്പെക്ടേഷൻ എക്സ് നമ്മൾ ക്രിയേഷൻ അനൈലേഷൻ ഓപ്പറേഷൻ ചെയ്ത് അവിടെ പ്രോബബിലിറ്റി എടുക്കുന്നുണ്ട്. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്, ഇതൊന്ന് ഓർത്തിരിക്കണം. ഇത് പ്രോബബിലിറ്റി അല്ല, ഇത് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എസ് ലാംഡ എസ് പി എസ്. അതിൽ ഈ ടേം പ്രോബബിലിറ്റി ആണ്. രണ്ടും ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ, ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഡിഫറെന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഈക്വൽ ടു സി ഐ ഇൻറ്റു സി എഫ് സ്റ്റാർ, സി ഇനിഷ്യൽ ഇൻറ്റു സി ഫൈനൽ സ്റ്റാർ. രണ്ടും സെയിം ആണെങ്കിൽ സി ഐ ഇൻറ്റു സി ഐ സ്റ്റാർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് സി ഐ സ്ക്വയർ. ഇതിൽ എന്തെങ്കിലും ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇത് തരുവാണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഇ തരുവാണ്. അതായത് നമുക്ക് psi ഈക്വൽ ടു C1 psi 1 പ്ലസ് C2 psi 2
പ്ലസ് C3 psi3. നിങ്ങൾക്ക് psi1ന്റെ കറസ്പോണ്ടിങ് എനർജി E1 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, psi2ന്റെ കറസ്പോണ്ടിങ് എനർജി E2 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, psi3യുടെ കറസ്പോണ്ടിങ് എനർജി E3 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഇ ഇൻ ദ ഹോൾ ബേസിസ് psi എന്ന് പറയുന്നത് മോഡ് psi1 സ്ക്വയർ ഇൻറ്റു E1, അതായത് which is equal to summation over I ലാംഡ ഐ പി ഐ. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ ആണ്, which is equal to എനർജി ഐഗൺ വാല്യൂ ഇ ആണ്, which is equal to summation over I, then E1 into first probability mod C1 square plus E2 into probability mod C2 square plus E3 into probability C3 square. ഇതാണ് ഉത്തരം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരുവാണ്. നമുക്ക് ലാഡർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ഡിഫൈൻ ചെയ്തു? Lx ഡിഫൈൻ ചെയ്തു, 1/2 into L plus Ly. Ly ഡിഫൈൻ ചെയ്തു 1/2 into L minus 1/2i into L plus minus IL. സോറി, ഇത് L plus L minus. Ly equal to 1/2i into L plus minus L minus. Then നമ്മൾ കുറച്ച് എക്സ്പെക്ടേഷൻ വാല്യൂസ് ഡിഫൈൻ ചെയ്തു. One by 2i into L plus minus L minus. Then നമ്മൾ എക്സ്പെക്ടേഷൻ L സ്ക്വയർ ഡിഫൈൻ ചെയ്തു. ഇത് നമ്മൾ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചതാണ്. H cross square L into L plus 1. ഇതിങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കുക. H cross square L into L plus 1. എക്സ്പെക്ടേഷൻ LZ ഡിഫൈൻ ചെയ്തു, ML H cross. എക്സ്പെക്ടേഷൻ LZ സ്ക്വയർ ഡിഫൈൻ ചെയ്തു, ML സ്ക്വയർ H cross സ്ക്വയർ. എക്സ്പെക്ടേഷൻ L പ്ലസ് L മൈനസ് ഡിഫൈൻ ചെയ്തു. ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ കാണാണ്ട് പഠിക്കണേ. L പ്ലസ് L മൈനസ് ഈക്വൽ ടു എന്തായിരുന്നു? H cross സ്ക്വയർ L into L plus 1 minus M into M minus 1. Then L minus L plus define ചെയ്തു, H cross square L into L plus 1 minus M into M plus 1. Then expectation Lx square define ചെയ്തു, H cross square by 2 L into L plus 1 minus M square. പിന്നെ Ly square define ചെയ്തിരുന്നു, H cross square by 2 L into L plus 1 minus M square. ഇതൊക്കെ കാണാണ്ട് പഠിക്കണേ. Then ഇനി എന്താ ഡിഫൈൻ ചെയ്തത്? Then expectation H ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇത് എഴുതി വെച്ചോ. എക്സ്പെക്ടേഷൻ H equal to minus 13.6 divided by n square electron volt. അടുത്തത് ഇനി L plus acting on some state.
L plus acting on some LML. ഇത് ലാഡർ ഓപ്പറേറ്റർ ആണ്, ഇൻക്രീസിംഗ് ലാഡർ ഓപ്പറേറ്റർ ആണ്. L plus ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞത്? L plus increases the ML value. L minus decreases the ML value. നമ്മൾ എ ഡാഗറും എയും കണ്ടതുപോലെ എ ഡാഗർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെ ഇൻക്രീസ് ചെയ്യും, എ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ ഡിക്രീസ് ചെയ്യും. ഇവിടെ എൽ പ്ലസ് ഇൻക്രീസ് ചെയ്യുന്നത് എം എൽ വാല്യൂവിനെയാണ്, എൽ മൈനസ് ഇൻക്രീസ് ചെയ്യുന്നത് എൽ മൈനസ് എം എൽ വാല്യൂവിനെ ഡിക്രീസ് ചെയ്യും. എൽ പ്ലസ് ആക്ടിങ് ഓൺ എൽ എം എൽ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയായിരുന്നു. എന്തായിരുന്നു? എച്ച് ക്രോസ് അണ്ടർ റൂട്ട് L into L plus 1 minus M into L plus act ചെയ്താല് minus M square അല്ല, M square അല്ലല്ലോ, minus M into M plus 1. Okay. Minus M into M plus 1. L minus act ചെയ്താൽ H cross under root L into L plus 1 minus M into M minus 1. ഇത്രയും സംഭവങ്ങൾ മതി ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ. ഇതൊക്കെ എല്ലാവരും കാണാണ്ട് പഠിക്കണം. നമുക്കിനി പ്രോബ്ലം ചെയ്യാം. കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തിന്റെ ഏറ്റവും അവസാനം എക്സ്പെക്ടേഷൻ എൽ പ്ലസും എൽ മൈനസും അത് തെറ്റിപ്പോയായിരുന്നു. അവിടെ റൂട്ട് എടുത്തു ഞാൻ. റൂട്ട് എടുക്കരുത്. എക്സ്പെക്ടേഷൻ എൽ പ്ലസ് എൽ മൈനസ് റൂട്ട് ഇല്ല, എൽ മൈനസ് എൽ പ്ലസിലും റൂട്ട് ഇല്ല. ആ പ്രോബ്ലം നിങ്ങൾ തന്നെ തിരുത്തിയാൽ മതി. നമുക്കൊരു പുതിയ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം psi equal to 1/4 into psi 210 plus root 5 psi 21 minus 1 plus root 10 psi 211. ഇതാണ് ചോദ്യം. ഇവിടെ സ്റ്റേറ്റ് എങ്ങനെയാ തന്നേക്കുന്നത്? എൻ എൽ എം എൽ ഇത് മൂന്നും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം 3 ടൈംസ് തരും. അത് ഫസ്റ്റ് വാല്യൂ എൻ ആയിരിക്കും, സെക്കൻഡ് എൽ ആയിരിക്കും, തേർഡ് എം എൽ ആയിരിക്കും. അല്ലെങ്കിൽ എൽ എം എൽ മാത്രമേ തരുള്ളൂ. 2 എണ്ണേ തന്നിട്ടുണ്ടെങ്കിൽ അത് എൽ എം എൽ ആയിരിക്കും. ഇവിടെ എൻ എൽ എം എൽ മൂന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റേറ്റ് 3 ടൈംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ എൽ എം എൽ ആയിരിക്കും. 2 എണ്ണേ തന്നിട്ടുണ്ടെങ്കിൽ അത് എൽ എം എൽ ആയിരിക്കും. ചോദ്യം ഇതാണ്. ചോദ്യം ഇല്ല, നമുക്ക് ഓരോന്ന് കണ്ടെത്താം. ഫൈൻഡ് എക്സ്പെക്ടേഷൻ എൽ സ്ക്വയർ എൽ ഇസഡ് സ്ക്വയർ എൽ പ്ലസ് എൽ മൈനസ് എൽ മൈനസ് എൽ പ്ലസ് ഇത്രയും കണ്ടെത്തണം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ ഫസ്റ്റ് എന്താ ചെയ്യുക? ചെക്ക് നോർമലൈസ്ഡ് ഓർ നോട്ട്. നോർമലൈസ്ഡ് ഓർ നോട്ട്. നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഈ 1/4 അകത്തേക്ക് എടുത്തു. നിങ്ങൾക്ക് ഇത് അറിയാവുന്നവർ ഇത് ചെയ്തോട്ടോ, ഓരോന്നും കണ്ടെത്തിക്കോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ അനലൈസേഷനും ക്രിയേഷൻ ഓപ്പറേറ്ററും ചെയ്തതല്ലേ കുറെ.
ആതിര ഒന്ന് മൈക്കോണയ്യേ. ആതിര ആതിര ഹംന ഒന്ന് മൈക്കോണെങ്കിൽ. ഹംന ഹംന ഓക്കെ ഓക്കെ. നമുക്കിപ്പോ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ആ 1/4 അകത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ 1/4 psi 210 പ്ലസ് √5/4 psi 2(1 - 1) പ്ലസ് √10/4 psi 2(1 - 1) ഇങ്ങനെ കിട്ടി. നമുക്കൊരു സ്റ്റേറ്റ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം ബേസിസ് ആയിട്ട് തന്നാൽ C1 psi1 പ്ലസ് C2 psi2 പ്ലസ് C3 psi3, ഇത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? മോഡ് C1² പ്ലസ് മോഡ് C2² പ്ലസ് മോഡ് C3² ഈക്വൽ ടു 1 ആണോ എന്ന് നോക്കണം. ഞാനിവിടെ ചെയ്തു നോക്കാൻ പോവാ. ഇതാണ് C1 C2 C3. ചെയ്തു നോക്കുമ്പോൾ 1/16 പ്ലസ് 5/16 പ്ലസ് 10/16 ഇത് ആഡ് ചെയ്താൽ 1 കിട്ടും. ദാറ്റ് ഈസ് നമ്മുടെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ്. ഇഫ് ഇനി ഏതെങ്കിലും ഒരു കേസിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ലാതെ വരികയാണെങ്കിൽ ഇവിടെ ഓരോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വെച്ച് 3 ടേബിൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഈ നോർമലൈസേഷൻ കണ്ടീഷൻ അതേപോലെ എടുക്കണം. ഫൈനലി എക്ക് ഒരു ഉത്തരം കിട്ടും. ആ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ നോർമലൈസ്ഡ് ആണെന്ന് കിട്ടി. ദെൻ ഞാൻ ഇതിനെ വീണ്ടും എടുത്തെഴുതി. (210) plus √5/4 psi 2(1 - 1) minus √10/4 psi 2(1 - 1). ഓക്കെ, നമ്മൾ ഇനി എക്സ്പെക്ടേഷൻ L² കണ്ടെത്താൻ പോവുക. എക്സ്പെക്ടേഷൻ L² വാല്യൂ അതില് സിംഗിൾ ബേസിസ് ആണെങ്കിൽ നമുക്കൊരു ലാംഡ കിട്ടി, അതായത് ഐഗൺ വാല്യൂ. ഞാൻ പറഞ്ഞായിരുന്നു ഈ ലാംഡ എന്ന് പറയുന്നത് ഈ ടേം ആണ്. സിംഗിൾ ബേസിസ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ടേം ആണ് ഐഗൺ വാല്യൂ. ഓക്കെ, L² കറസ്പോണ്ടിങ് വാല്യൂ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. L² വാല്യൂ എന്താ? h⁻² L × L+1 ആണ്. ഓക്കെ, ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ഞാൻ പറഞ്ഞായിരുന്നു സമ്മേഷൻ ഓവർ ഐ ലാംഡ ഐ പി ഐ ആണ്. ഓരോ സ്റ്റേറ്റിനും ചെയ്യണം. ഓരോ സ്റ്റേറ്റിനും പി ഐ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ ആണ്. ഫസ്റ്റ് കേസിൽ ലാംഡ ഐ കണ്ടെത്താം. ഇവിടെ L എന്ന് പറഞ്ഞാൽ 1 ആണ്. h⁻² 1 × 1 + 1, അപ്പൊ 1 × 1 + 1 2 ഇൻറ്റു പി ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ മോഡ് സ്ക്വയർ 1/16 പ്ലസ് അടുത്തത് ചെയ്യുമ്പോൾ h⁻², ഇവിടെ L എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് NLML ആണ്. NLML. ദെൻ അത് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ 2 കിട്ടും. അതിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ 5/16 പ്ലസ് അടുത്തത് ചെയ്യുമ്പോൾ
അവിടെ L 1 ആണ്. h ക്രോസ് സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു കോഎഫിഷ്യന്റിന്റെ മോഡ് സ്ക്വയർ 10/60. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 2h ക്രോസ് സ്ക്വയർ ആണ്. हमने ഇത് മനസ്സിലായോ? അടുത്തത് എക്സ്പെക്ടേഷൻ എൽ ഇസഡ് സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ ഉത്തരം പറയണം. എക്സ്പെക്ടേഷൻ എൽ ഇസഡ് സ്ക്വയർ വേഗം ചെയ്തിട്ട് അതിന്റെ ഉത്തരം പറയണം. ഈ പ്രോബ്ലം ഇനി ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ആതിര സെബാസ്റ്റ്യൻ മൈക്കൊന്ന് ഓണാക്കോ? ആതിര ഓക്കെ. ഇനി ഇത് ഈ പ്രോബ്ലത്തിന് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാത്തവർ ഇതെല്ലാം ചെയ്യട്ടോ. എൽ സ്ക്വയർ എൽ ഇസഡ് സ്ക്വയർ എൽ പ്ലസ് എൽ മൈനസ് എൽ മൈനസ് എൽ പ്ലസ്. ഇനി ഞാൻ എക്സ്പെക്ടേഷൻ എൽ ഇസഡ് സ്ക്വയർ ചെയ്യാണ്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് 1/4 ψ2 10 പ്ലസ് റൂട്ട് 5/4 ψ2 1 - 1 പ്ലസ് റൂട്ട് 10/4 ψ2 1 हमने ചെയ്തു കഴിഞ്ഞോ? എക്സ്പെക്ടേഷൻ എൽ ഇസഡ് സ്ക്വയർ ആ. എക്സ്പെക്ടേഷൻ ഞാൻ ചെയ്ത് നോക്കട്ടെ. എക്സ്പെക്ടേഷൻ എൽ ഇസഡ് 2h ക്രോസ് എന്നാണ് കിട്ടിയത്. എന്താ കിട്ടിയത്? ഓക്കെ, ചെയ്തു നോക്കാം. എൽ ഇസഡ് സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ml സ്ക്വയർ h ക്രോസ് സ്ക്വയർ ആണ്. NLML. ഈ തേർഡ് വാല്യൂ ആണ് ML. ഞാനിവിടെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ ML 0 ആണ്. അപ്പൊ 0 കിട്ടും. 0 ഇൻറ്റു പ്രോബബിലിറ്റി നമുക്ക് എക്സ്പെക്ടേഷൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ലാംഡ എസ് പി എസ് ആണ്. ഫസ്റ്റ് കേസിൽ ലാംഡ എസ് 0 ആണ്. പി എസ് 1/4 വെറുതെ എഴുതാം. ഇത് 0 പ്ലസ് സെക്കൻഡ് കേസില് ലാംഡ എസ് എന്ന് പറയുന്നത് -1ന്റെ സ്ക്വയർ. -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. പിന്നെ h ക്രോസ് സ്ക്വയർ -1 സ്ക്വയർ h ക്രോസ് സ്ക്വയർ ml സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇതിന്റെ പ്രോബബിലിറ്റി 5/60 പ്ലസ് അടുത്ത കേസില് ML എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി 10/60 which is equal to ഫസ്റ്റ് ടൈം എന്ത് കിട്ടും? 5h ക്രോസ് സ്ക്വയർ ബൈ 16 പ്ലസ് സെക്കൻഡ് ടൈം 10h ക്രോസ് സ്ക്വയർ ബൈ 60 which is equal to 15h ക്രോസ് സ്ക്വയർ ബൈ 60. ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ കിട്ടുക. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ ഈ പ്രോബ്ലം ചെയ്യാൻ? ഓക്കെ, എന്നാൽ അടുത്തതും കൂടെ ചെയ്തിട്ട് അതിന്റെ ഉത്തരം കൂടെ പറയണം. അല്ല, അടുത്തത് ചെയ്യണ്ട. ഇതിന്റെ ഞാൻ ക്വസ്റ്റ്യൻ തരാം. മൈക്ക് ഓഫ് ആയിക്കോ. എൽ പ്ലസ് എൽ മൈനസ് എക്സ്പെക്ടേഷൻ എൽ പ്ലസ് എൽ മൈനസ്. ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും കിട്ടിയോ? അഭിഷേക്, ഇതിന്റെ ഉത്തരം കിട്ടിയോ? അഭിഷേക്, അഞ്ജിത, ഇതിന്റെ ഉത്തരം കിട്ടിയോ?
22 h cut square by 16 ആണോ? ആ, അടുത്തതിന്റെ ഉത്തരം കിട്ടിയോ? L minus L plus 3h cut square by 4. 3h cut square by 4. ഓക്കെ, ശരിയാണ്. ഞാൻ ഇത് ചെയ്യാം. ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. ഞാൻ ഇത് ചെയ്യാം. എക്സ്പെക്ടേഷൻ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi ഈക്വൽ ടു 1/4 psi 210 പ്ലസ് √5/4 psi 21 minus 1 plus √10/4 psi 211. That expectation L plus L minus എന്ന് പറയുന്നത്. എന്തായിരുന്നു അതിന്റെ ഐഗൺ വാല്യൂ? h cross square under root L into L plus 1 minus m into m minus 1 ഇതായിരുന്നു. ഓ, ഇവിടെ റൂട്ടില്ല. h cross square L into L plus 1 minus m into m minus 1. Then നമ്മളിവിടെ ഇനി എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടെത്താൻ പോവാണ്. L plus L minus. ഫസ്റ്റ് ഇത് എടുക്കുക. ഇതില് എല്ലിന് 1 കൊടുക്കുക, എമ്മിന് 0 കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? 2h ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും. ഇൻറ്റു 1/16. ഈ ഇക്വേഷനിൽ ഇവിടെ ഫസ്റ്റ് ടേമിൽ എല്ലിന്റെ വാല്യൂ 1ഉം എമ്മിന്റെ വാല്യൂ 0ഉം അല്ലേ, അതും കിട്ടുകൊടുത്താൽ മതി. പ്ലസ് സെക്കൻഡ് ടേം എടുക്കുക, എല്ലിന് 1 കൊടുക്കുക, എം എല്ലിന് -1 കൊടുക്കുക. എല്ലിന് 1 കൊടുത്താൽ h ക്രോസ് സ്ക്വയർ, എല്ലിന് 1 കൊടുത്താൽ 1 × 1 + 1 2 കിട്ടും. എമ്മിന് -1 കൊടുത്താൽ ഇവിടെ -m അല്ലേ, അത് +1 ആകും. ഇവിടെ -1 -1 -2 എന്ന് കിട്ടും. ഇത് 0 എന്ന് കിട്ടും. 2 - 2 വരും, 0 എന്ന് കിട്ടും. അതിന്റെ പ്രോബബിലിറ്റി എഴുതേണ്ട ആവശ്യമില്ലല്ലോ, എന്നാൽ ഞാൻ എഴുതി 5/16 പ്ലസ് തേർഡ് ടേം എടുത്താൽ ഇവിടെ എല്ലിന് 1, എം എല്ലിന് 1. എന്ത് കിട്ടും? എല്ലിന് 1 കൊടുത്താൽ h ക്രോസ് സ്ക്വയർ ഇൻറ്റു 2 മൈനസ് എം എല്ലിന് 1 കൊടുത്താൽ 0 എന്ന് കിട്ടും. ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി 10/16 which is equal to 2h cross square by 16 plus 22h cross square by 16. 20h cross square by 16 which is equal to 22h cross square by 16. ഇതേപോലെ തന്നെ L മൈനസും L പ്ലസും ചെയ്യുക. നിങ്ങൾക്ക് ഉത്തരം. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. പ്രോബ്ലം തരാം. ഇനി അതേപോലെ L മൈനസും L പ്ലസും ചെയ്താൽ (3h cross square by 4) എന്ന് കിട്ടും. 3h cross square by 4. ചെയ്ത് കഴിയാത്തവർ ഇതിന് സ്പേസ് വിടുക, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം തരാം.
അടുത്ത പ്രോബ്ലം. psi equal to psi 22 plus 1/2 psi 21 minus I psi 20 plus psi 21 minus psi 22. ഇതാണ് പ്രോബ്ലം. ചോദ്യം സിമിലർലി എക്സ്പെക്ടേഷൻ എൽ സ്ക്വയർ, എക്സ്പെക്ടേഷൻ എൽ ഇസഡ്, എക്സ്പെക്ടേഷൻ എൽ ഇസഡ് സ്ക്വയർ. കഴിഞ്ഞ പ്രവൃത്തി നമ്മൾ എൽ ഇസഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സ്പെക്ടേഷൻ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രോബ്ലത്തിൽ. എൽ എക്സ് സ്ക്വയർ പ്ലസ് എൽ വൈ സ്ക്വയർ, എക്സ്പെക്ടേഷൻ എൽ പ്ലസ് എൽ മൈനസ്, എക്സ്പെക്ടേഷൻ എൽ മൈനസ് എൽ പ്ലസ്. ഇതെല്ലാം കണ്ടതാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചോദ്യം കിട്ടിയാൽ അപ്പൊ തന്നെ ചെക്ക് ചെയ്യണം വെദർ ഇറ്റ് ഈസ് നോർമലൈസ്ഡ് ഓർ നോട്ട്. psi equal to c1 psi1 plus c2 psi2 plus etc. അങ്ങനെ കുറെ ടേംസ് ഉണ്ടെങ്കിൽ നോർമലൈസ്ഡ് ആണോ അല്ലയോ നോക്കുന്നത് എങ്ങനെയാ? മോഡ് c1 സ്ക്വയർ പ്ലസ് മോഡ് c2 സ്ക്വയർ പ്ലസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു എത്ര ടേം ഉണ്ടോ അത്രയും ടേംസിന്റെ കോഎഫിഷ്യന്റിന്റെ മോഡ് സ്ക്വയർ എടുത്താൽ 1 കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്ത് നോക്കിയേ. നമ്മുടെ കേസില് c1 എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1/4 മോഡ് മൈനസ് ഐ സ്ക്വയർ എന്ത് കിട്ടും? മോഡ് മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ സ്റ്റാർ ഇൻറ്റു ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഉണ്ട് ഈസ് ഈക്വൽ ടു 1 കിട്ടും. Then plus 1 plus ഇവിടെ കോഎഫിഷ്യന്റ് 1 plus 1. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടില്ല. എന്താ കിട്ടുക? 4 plus 1 plus 4 plus 4 plus 4/4 കിട്ടും. ഈക്വൽ ടു 17/4 കിട്ടും. ഈക്വൽ ടു 17/4 കിട്ടും. അതായത് ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ല. 1 വന്നാൽ മാത്രമേ നോർമലൈസ്ഡ് ആവുള്ളൂ. ഇവിടെ 17/4 കിട്ടും. ഇനി ഇതിനെ നോർമലൈസ്ഡ് ചെയ്യണം. ഇതിനെ നോർമലൈസ്ഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വേവ് ഫംഗ്ഷനിൽ psi22 plus 1/2 psi21 minus I psi20 plus psi21 minus psi22. ഇതായിരുന്നു നമ്മുടെ വേവ് ഫംഗ്ഷൻ. നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ 1 എന്ന് കിട്ടിയില്ല. നമ്മുടെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ല. ഇനി ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ച് എല്ലാ ടൈമിലും സെയിം കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതിന്റെ നോർമലൈസേഷൻ കണ്ടീഷൻ എടുക്കണം. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് എ സ്ക്വയർ ബൈ 4 പ്ലസ് എ സ്ക്വയർ. നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോഡ് കോഎഫിഷ്യന്റിന്റെ മോഡ് സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1. എല്ലാത്തിൽ നിന്നും ഞാൻ എ സ്ക്വയറിനെ വെളിയിലെടുത്തു. നിങ്ങൾക്ക് ഇങ്ങനൊരു ടേം കിട്ടി. 1 plus 1/4 plus 1 plus 1 plus 1. ആ ടേം എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോ കുറച്ചു മുമ്പ് കണ്ടുപിടിച്ച ടേം അല്ലേ? ഇതല്ലേ അത്? ഈക്വൽ ടു 17/4 കിട്ടും. നിങ്ങൾ ഇവിടെ വീണ്ടും LCM എടുത്ത് സമ്മേഷൻ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. എ സ്ക്വയർ ഇൻറ്റു നമ്മളിപ്പോ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച 17/4 കിട്ടും ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എ ഈക്വൽ ടു
റൂട്ട് 4/70. അതായത് നമ്മളിവിടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ കോൺസ്റ്റന്റ് നമ്മൾ എടുക്കാൻ പോകുന്ന കോൺസ്റ്റന്റ് എന്താന്ന് കിട്ടും. റൂട്ട് 17/4. അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം, റൂട്ട് 4/70. ഇത് നോർമലൈസ്ഡ് ആക്കുന്ന ഇനി ഈ എ വെച്ച് എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യണം. Then psi equal to root 4/17 psi 22 plus root 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, ഞാൻ അങ്ങനെ തന്നെ എഴുതി 2/√17 psi 22 പ്ലസ് ഇവിടെ 2/√17 ചെയ്യുമ്പോൾ ഈ 2ഉം ആ 2ഉം കട്ട് ചെയ്തു പോകും. ഇത് കട്ട് ചെയ്തു പോകും. മൈനസ് I ഇൻറ്റു 2/√17 പ്ലസ് 2/√17 പ്ലസ് 2/√17. അയ്യോ, ഇവിടെ ആ ടൈം എഴുതിയില്ല. പ്ലസ് 2/√17 psi 21 മൈനസ് 2/√17 psi 22. ഇതാണ് നമ്മുടെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. നോർമലൈസേഷൻ കണ്ടുപിടിക്കുന്നതിൽ ആർക്കെങ്കിലും ഇനി സംശയം ഉണ്ടോ? നമ്മൾ ആദ്യം നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നോർമലൈസ്ഡ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എ എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നോർമലൈസേഷൻ കണ്ടീഷൻ എടുത്തിട്ട് ഈ കോഎഫിഷ്യന്റ് എ എന്താണെന്ന് കണ്ടെത്തണം. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലല്ല, ഇത് നോർമലൈസേഷൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടൂലോ, റൂട്ട് 17/4. അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതിന്റെ റെസിപ്രോക്കലിന്റെ റൂട്ട് ആയിരിക്കും എ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രോബ്ലം ആദ്യം എടുത്തിട്ട് നോർമലൈസേഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി 17/4. ഇതിന്റെ റെസിപ്രോക്കലിന്റെ റൂട്ട് ആയിരിക്കും, നമ്മുടെ കോൺസ്റ്റന്റ്, നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന കോൺസ്റ്റന്റ്. പിന്നെ ഇത് ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി പഴയതുപോലെ തന്നെ എല്ലാം കണ്ടെത്തണം. psi equal to നോർമലൈസ് ചെയ്ത കോൺസ്റ്റന്റ് എത്ര കിട്ടിയ 2/√17 psi 22 പ്ലസ് 1/√17 psi 21 മൈനസ് 2i/√17 psi 20 പ്ലസ് 2/√17 psi 21 മൈനസ് 2/√17 psi 22. ഇതാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഇതിന്റെ കറസ്പോണ്ടിങ് എക്സ്പെക്ടേഷൻ വാല്യൂസ് കണ്ടെത്തണം. ഓക്കെ, ഹംന ഒന്നുകൂടെ വന്നേ. ഹംന, എക്സ്പെക്ടേഷൻ LZ ആദ്യം ചെയ്യാം. ഹംന ഒന്ന് വായിക്കണമെങ്കിൽ ഓക്കെ, എക്സ്പെക്ടേഷൻ LZ ചെയ്തിട്ട് അതിന്റെ വാല്യൂ പറയണം. കേൾക്കണ്ടോ? എനിക്ക് സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, LZന്റെ ഐഗൺ വാല്യൂ എന്താ? അത് LZ സ്ക്വയറാ. LZന്റെ MLH ക്ലോസ് മാത്രമേ ഉള്ളൂ. ഇനി ചെയ്തിട്ട് ഉത്തരം പറ. ബാക്കിയുള്ളവര് എല്ലാം ചെയ്യട്ടോ. LZ സ്ക്വയർ, L സ്ക്വയർ, L പ്ലസ് L മൈനസ് L മൈനസ് L പ്ലസ് LX സ്ക്വയർ പ്ലസ് LZ സ്ക്വയർ, LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ.
സൈറ്റ് 2 ഓ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേ. അതായത് സൈറ്റ് 1 അല്ല, ഇത് വെച്ച് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഇത് സൈറ്റ് 2 -1, ഇതിന് സൈറ്റ് 2 -1 എന്ന് കൊടുക്കുക, സൈറ്റ് 2 -2 എന്ന് കൊടുക്കുക. നമ്മൾ ഇത്ര നേരം ചെയ്തതിൽ എറർ ഒന്നും വരാനില്ല. അല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ സ്റ്റേറ്റ് ആവും. ഇത് രണ്ടും ഒരേ സ്റ്റേറ്റ് അല്ല, രണ്ടും ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ്. ഒരേ സ്റ്റേറ്റ് ആയെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അവിടെ സൈറ്റ് 2 -1 സൈറ്റ് 2 -2 എന്ന് കൊടുക്കും. സൈറ്റ് 2 -1 സൈറ്റ് 2 -2. ഓക്കെ, നോർമലൈസേഷൻ കണ്ടീഷൻ ചെയ്തതിലൊന്നും തെറ്റൊന്നുമില്ല, ഇവിടെ മാത്രം. ഹംന ഉത്തരം എന്താ കിട്ടിയേ? എന്ത് കിട്ടി? ഫസ്റ്റ് ടൈം പറഞ്ഞേ. ഫസ്റ്റിന്റെ ML(H cross) എന്ത് കിട്ടും? ഇൻറ്റു പ്രോബബിലിറ്റി, അതായത് അതിന്റെ കോഎഫിഷ്യന്റിന്റെ മോഡ് സ്ക്വയർ ഇൻറ്റു 4/70 പ്ലസ് അടുത്തതിന്റെയോ അടുത്തതിന്റെ ML(H cross) ചെയ്ത എന്ത് കിട്ടും? ഇത് 21 അല്ല, 21 ആണ് LML. ഹംന H cross by 17 കിട്ടും അല്ലേ? പ്ലസ് അടുത്തതോ 0 കിട്ടും. അടുത്തതോ 4/17. അതാ പ്രോബബിലിറ്റി ടേം 4/17. ഇവിടെ ML(H cross) എന്ത് കിട്ടും? -1. ഇത് -1 ഇൻറ്റു -1. അവിടെ മൈനസ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യനിലെല്ലാം തിരുത്തിയായിരുന്നു. മൈനസ് ഉണ്ട് അവിടെ, എല്ലാത്തിലും മൈനസ് ഉണ്ട്. എല്ലാത്തിലും അല്ല, ലാസ്റ്റത്തെ രണ്ട് ടേം 2 -1 2 -2 ആണ്. മൈനസ് അടുത്തതോ, അടുത്തത് എന്ത് കിട്ടും? -2H cross. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോ ഈ ടേമും കട്ട് ചെയ്തു പോകും. Then H cross by 70 minus 4/7. ഇവിടെ H cross ഉണ്ട്. minus 4H cross by 70 equal to -3H cross by 70. ഇങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇത് ചെയ്യാൻ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഹംന ഈ L+ഉം L- ഇപ്പൊ ചെയ്യും, എന്നിട്ട് അതിന്റെ ഉത്തരം പറ. ഹംന അത് ചെയ്താൽ മതി. ഈ L+ഉം L- ചെയ്തിട്ട് ഉത്തരം പറ. പറഞ്ഞോ. നമ്മുടെ ക്വസ്റ്റ്യനില് അവസാനത്തെ മൈനസ് അല്ലേ? -2 അല്ലേ? -2/√70. ഞാനപ്പോ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -2/√17. അതിന്റെ മോഡ് സ്ക്വയർ എടുക്കുമ്പോൾ 4/17 കിട്ടും. നമ്മള് ഡിഫൈൻ ചെയ്യുന്നത് psi = C1 psi1 plus C2 psi2 പ്ലസ്, അങ്ങനെ എല്ലാം പ്ലസ് ടൈം ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. മൈനസ് വന്നാൽ അത് കോഎഫിഷ്യന്റിലേക്ക് എടുക്കണം. ഹംന L+ഉം L- ചെയ്തിട്ട് ഉത്തരം പറയണം. ഇപ്പൊ മൈക്ക് ഓഫ് ആയിക്കോ. ഉനൈസ് ഒന്ന് മൈക്കോണായിക്കേ. ഫസ്റ്റ് LZ ഇങ്ങനെ കിട്ടിയോ? -3H cross by 70 എന്ന് കിട്ടിയോ? LZ അല്ലേ ചെയ്തത് ആദ്യം?
Z21/70. അതെ, ഉനൈസ, ഞാനിവിടെ ക്വസ്റ്റ്യനില് ഞാൻ ഒരു മാറ്റം വരുത്തി. ഇത് -1 ആ, 2 - 1 2 - 2 അങ്ങനെയാണ്. ഓക്കെ, എല്ലാവരും ആ ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയായിരുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ക്വസ്റ്റ്യന് ഞാൻ ഫോർത്ത് ടേം Psi2 - 1 ആക്കി, Psi2 - 1 ആക്കി, മറ്റേത് Psi2 - 2 ആക്കി. നിങ്ങൾക്ക് Psi2 - 1 ഉം Psi2 അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം 21h×70 എന്നാണ് കിട്ടുക. അഭിഷേക്, ഞാൻ ആ ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്തിയത് മാറ്റിയല്ലോ. LZ² ഉത്തരം ഒന്ന് പറയോ? LZ² ചെയ്ത് കഴിഞ്ഞോ? 37h×2/70 ആണ്. ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. LZന്റെ വാല്യൂ -3h×70 എന്ന് കിട്ടി. LZ² ഞാൻ ചെയ്യാം. ബാക്കിയുള്ളവര് ബാക്കി ഓരോന്നും ചെയ്തോട്ടോ. LZ² ചെയ്തിട്ട് ഞാൻ ഉത്തരം പറയാം. LZ² = അതിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ml²h² ആണ്. ഫസ്റ്റ് ടൈം എന്ത് കിട്ടും? ml² 4 വരും. 4h² × 4/70 പ്ലസ് അടുത്തത് h² × 1/70, അടുത്തത് 0 എന്ന് കിട്ടും. അടുത്തത് h² × 1/70. അടുത്തത് 4h² × 4/70. സമ്മേഷൻ എടുക്കുമ്പോൾ 16 32h². ലാസ്റ്റ് ടൈമാ ഇവിടെ 4. ഓക്കെ, 16 ഇപ്പൊ മറ്റേ റിസൾട്ട് കിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 16 32 48 48h²/70 × 1h²/70 = 49h²/70. അഭിഷേക്, ഇങ്ങനെയാണ് ഉത്തരം കിട്ടിയത്. അരുൺ, ഉത്തരം എങ്ങനെയാണ് കിട്ടിയത്? അവിടെ എത്തിയിട്ടില്ല സാർ. LZ² അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ml²h². സർ 37h² ആണ് സാർ. 30s ആണോ? അതായത് ഫസ്റ്റ് ടേമില് സോറി ഇവിടെ 16 ഇല്ല. 16 ഇല്ല. 16 32 36 37
ഇവിടെ 16 വരും, ഇവിടെ ഒരു 16 വരും, ഇവിടെ 4 വരും, ഇവിടെ 1 വരും. അപ്പം എത്ര കിട്ടും? 37 h²/17. ഓക്കെ ഓക്കെ. അഭിഷേക് ഇങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞത്. അതെ സാർ. ഓക്കെ. ഇനി അടുത്തത് L². ഇത് നിങ്ങൾ ഓക്കെ അടുത്ത് ചെയ്തോ. ഹംന ഒന്നേ L+L- ചെയ്ത് കഴിഞ്ഞു. എന്താ ഉത്തരം കിട്ടിയേ? എന്താ ഉത്തരം കിട്ടിയേ? 62 h²/17. 62 h²/17. ഇങ്ങനെയാണ് കിട്ടിയേ? ഓക്കെ, ചെയ്ത് നോക്കാം. L+ന്റെ L-ന്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈക്ക് ഓഫ് ആയിക്കോ. മൈക്ക് ഓഫ് ആയിക്കോ. L+ന്റെ L-ന്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ h², L into L+1 minus M into M-1. നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2/√70 psi22 plus 1/√17 psi21 plus minus 2i/√70 psi20 plus 2/√70 psi21 minus 2/√70 psi22. This is equal to first term ചെയ്യുമ്പോൾ 2 into 2 plus 1 h², 2 into 2 plus 1 2 into 2 plus 1 3 6 minus ഇവിടെ m minus 2 into 4/70 plus second term ചെയ്യുമ്പോൾ h², 6 minus 0 എന്ന് കിട്ടും divided by into 1/70 plus third term ചെയ്യുമ്പോൾ 6h² into 4/70 എന്ന് കിട്ടും. തേർഡ് ടൈം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ടൈം ചെയ്യുമ്പോൾ ഇവിടെ -1 ആണല്ലോ. -1 -2 h² 6 -1 വന്നാൽ +1 -2 എന്ന് കിട്ടും into 4/70 plus h² 6 into -2 into -1 plus 2 into -3 into -6 വരും. ആ ടൈം 0 ആയി പോകും. ഫൈനൽ ആൻസർ 16h²/17 plus 6h²/17 16 okay plus 24h²/17 plus 16h²/17 is equal to 62h²/17.
ഓക്കെ, ഇങ്ങനെ ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, അമ്മയുടെ ഉത്തരം കറക്റ്റ് ആണേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ പ്രോബ്ലത്തിൽ ആദ്യം ഇവിടെ -1 -2 ആക്കി. നിങ്ങൾക്ക് ഇവിടെ 1ഉം 2 ആണ് വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് L = 2 വരുമ്പം MLന്റെ വാല്യൂസ് 2 1 0 -1 -2 ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ -1ഉം -2 എഴുതിയത്. നിങ്ങൾക്ക് ഇനി ചോദ്യത്തിൽ +1ഉം +2 ആണെങ്കിൽ കറസ്പോണ്ടിങ് +1ഉം +2 എടുത്ത് ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ മാറ്റിയത്. MLന്റെ വാല്യൂസ് എല്ലാം വരാൻ വേണ്ടി 2 1 0 -1 -2. ഓക്കെ, ഇനി അടുത്ത എന്താ ഞാൻ ചോദിച്ചത്? LX² എക്സ്പെക്ടേഷൻ LX² പ്ലസ് LY² ഞാൻ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതി വെച്ചായിരുന്നു. എക്സ്പെക്ടേഷൻ LX² പ്ലസ് LY² ഈക്വൽ ടു എക്സ്പെക്ടേഷൻ LX² പ്ലസ് എക്സ്പെക്ടേഷൻ LY² ആണ്. ഇത് രണ്ടും നമുക്കുണ്ട്. h×2/2 L × L+1 മൈനസ് m² പ്ലസ് h×2/2 L × L+1 മൈനസ് m². രണ്ടും സെയിം കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ h×2 L × L+1 മൈനസ് m². ഇതാണ് എക്സ്പെക്ടേഷൻ LX² പ്ലസ് LY². ഓക്കെ, അത് ഞാൻ ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോവാണ്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi ഈക്വൽ ടു ഫംഗ്ഷൻ എന്തായിരുന്നു? psi ഈക്വൽ ടു 2/√17 psi22 plus 1/√17 psi21 minus 2i/√17 psi20 plus 2/√17 psi21 minus 2/√17 psi22. ഇവിടെ -1 ആണ്. 2 - 1 2 - 2. Then expectation LX² plus LY². കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് h×2 L × L+1 മൈനസ് m². നമുക്കിവിടെ അപ്പൊ എന്ത് കിട്ടും? LX² plus LY². Two into 2 plus 1 3 6 minus 4 h×2 into 4/17 plus L × L+1 minus m². 2 into 2 plus 1 6 minus 1 5 5h² into 1/17 plus 6h² into 4/17 plus 6 minus 4h² into 4/17 plus minus 4. Oh, 6 minus 4 അല്ലല്ലോ, 6 minus 1.
plus 6 minus 4 h cross square into 4 by 70. Finally ആൻസർ എങ്ങനെ കിട്ടും? 8h cross square by 70 plus 5h cross square by 70 plus 24h cross square by 70 plus 5h cross plus 5 into 5 ഇവിടെ 5 into 4 ഉണ്ടല്ലേ, 20h cross square by 70 plus 8h cross square by 70. നാൽപ്പത്തിനാല് 65h cross square by 70 ഇങ്ങനെയാണോ കിട്ടുക? അരുൺ, ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണോ കിട്ടുക? 65h cross square by 70. സാർ ഫസ്റ്റ് ടേം തെറ്റിപ്പോയി കേട്ടോ. ഫസ്റ്റ് ടൈം അഞ്ജിത, എന്താ ഉത്തരം കിട്ടിയേ? സാർ ഇതന്നെ കിട്ടിയത്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടെ ഇതിന്റെ ചെയ്യാം. ബാക്കി ഇനി അത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും എക്സ്പെക്ടേഷൻ? ഇനിയുള്ളത് എൽ മൈനസ് എൽ പ്ലസും കണ്ടെത്തിയിട്ടില്ല, അത് നിങ്ങൾ തന്നെ ചെയ്യാം. ആ L plus L minus ന്റെ ആൻസർ എൽ പ്ലസ് എൽ മൈനസ് ഇത് 62h cross square by 70. എൽ മൈനസ് എൽ പ്ലസും ചെയ്തിട്ടില്ല, അത് നിങ്ങൾ തന്നെ ചെയ്യുക. എൽ മൈനസ് എൽ പ്ലസും ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേക്കോ. എൽ മൈനസ് എൽ പ്ലസും ആരും ചെയ്തിട്ടില്ല അല്ലേ? അത് നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ഹോംവർക്ക് 84h cut square by 17 ആണ്. 84h cut square by 17 എന്ന് കിട്ടും അല്ലേ? വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്ത് നോക്കണം. നിങ്ങളിങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോ. എന്തായാലും ഇതിനകത്ത് തെറ്റ് വരാനൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. സാധാ ഐഗൻ വാല്യൂയിലേക്ക് എടുക്കുക, പ്രോബിലിറ്റി ചെയ്യുക. നിങ്ങൾക്ക് ഇനി കാൽക്കുലേഷന് എന്തെങ്കിലും തെറ്റ് പറ്റിയാലേ തെറ്റ് പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം. psi equal to psi 11 plus psi 1 minus 1 plus psi 1 0. Find expectation എല്ലാം കണ്ടെത്തിക്കോ. എക്സ്പെക്ടേഷൻ LZ, എക്സ്പെക്ടേഷൻ LZ സ്ക്വയർ, എക്സ്പെക്ടേഷൻ L സ്ക്വയർ, എക്സ്പെക്ടേഷൻ L പ്ലസ് L മൈനസ്, expectation L minus L plus, expectation LX square, expectation LY square, expectation LX square plus LY square. ഇത് ചെയ്തോ. ഇത് കണ്ടെത്താൻ എളുപ്പമല്ലേ? ഒന്നില്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് കണ്ടെത്തുക, എന്നിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്നാണ്. ഈ ഇക്വേഷൻ നോർമലൈസ്ഡ് ആണോ? അല്ല. ഇതിനെ നോർമലൈസ് ചെയ്യണം. ബാസിത്ത്, ഇതിനെ നോർമലൈസ് ചെയ്തിട്ട് പറഞ്ഞേ. ഇതിനെ നോർമലൈസ് ചെയ്യും. ഈ ഇക്വേഷൻ നോർമലൈസ്ഡ് അല്ലല്ലോ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നോർമലൈസ്ഡ് അല്ല. 1/√3 വരും. ഓക്കെ, 1/√3 വരും.
ഒരു മിനിറ്റ്, മൈക്ക് ഓഫ് ആയിക്കോ. നമുക്ക് നോർമലൈസ്ഡ് ആക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എ വെച്ച് എല്ലാത്തിലും. എന്നിട്ട് മോഡ് സ്ക്വയർ എടുക്കുക. അപ്പൊ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടണം. 3 മോഡ് എ സ്ക്വയർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1/√3. ഈ 1/√3 എല്ലാ ടൈമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ psi ഈക്വൽ ടു 1/√3 psi 1 1 പ്ലസ് 1/√3 psi 1 minus 1 പ്ലസ് 1/√3 psi 1 0. ഇപ്പൊ നോർമലൈസ്ഡ് ആയി. ഇനി ചെക്ക് ചെയ്യണം. ബാസ്തെ എൽഇസഡിന്റെ ഉത്തരം പറയണം ചെയ്തിട്ട്. സീറോ ആണോ? എൽഇസഡിന്റെ ഉത്തരം 0 കിട്ടും. നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. എൽഇസഡിന്റെ ഉത്തരം 0 എന്ന് കിട്ടും. നമ്മുടെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഞാൻ എഴുതുകയാണ്. psi ഈക്വൽ ടു 1/√3 psi 1 1 പ്ലസ് 1/√3 psi 1 minus 1 പ്ലസ് 1/√3 psi 1 0. Then expectation LZ equal to 0 എന്ന് കിട്ടും. അഭിഷേക്, എക്സ്പെക്ടേഷൻ LZ സ്ക്വയറിന്റെ വാല്യൂ പറയണം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്യണല്ല. 2h cross square by 3 ആണോ? 2h cross square by 3. 2h cross square by 3. Okay. അഞ്ജിത, എക്സ്പെക്ടേഷൻ L സ്ക്വയറിന്റെ വാല്യൂ പറയണം. 2h കട്ടാണോ? സ്ക്വയർ ഇല്ലേ? 2h കട്ട് സ്ക്വയറോ? എക്സ്പെക്ടേഷൻ L സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ എന്താ? h ക്രോസ് സ്ക്വയർ L ന്റെ L+1 അല്ലേ? h ക്രോസ് സ്ക്വയർ ആണ്. h ക്രോസ് സ്ക്വയർ ഉണ്ട്, ഞാൻ എഴുതിയിരുന്നു. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് അരുൺ. സർ എക്സ്പെക്ടേഷൻ L പ്ലസ് L മൈനസ്. ചെയ്തിട്ടില്ല സർ, ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. L മൈനസ് L പ്ലസ് ചെയ്തോ? ഇല്ല, അതും ചെയ്തിട്ടില്ല. ആദ്യത്തെ 3 ചെയ്തിട്ടുള്ളൂ. ഓക്കെ, L പ്ലസ് L മൈനസ് ചെയ്തിട്ട് പറ. ഇതാരെങ്കിലും ചെയ്തു കഴിഞ്ഞോ? എക്സ്പെക്ടേഷൻ L പ്ലസ് L മൈനസ്. അതെ, 4h ക്രോസ് സ്ക്വയർ ബൈ 3 കിട്ടും. എക്സ്പെക്ടേഷൻ L മൈനസും L പ്ലസും സെയിം 4h ക്രോസ് സ്ക്വയർ ബൈ 3 തന്നെ കിട്ടും. എക്സ്പെക്ടേഷൻ LX സ്ക്വയർ എന്നത് 2h ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ്പെക്ടേഷൻ LY സ്ക്വയർ എന്നത്
2h cross square കിട്ടും. എക്സ്പെക്ടേഷൻ lx square plus ly square എന്നത് 4h cross square കിട്ടും. ഇനിയും ചെയ്ത് കഴിയാത്തവരുണ്ടെങ്കിൽ ഈ ഉത്തരം എഴുതി വെച്ചിട്ട് സ്പേസ് വിടാം. അല്ല, ഇത് ചെയ്തോ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞവർക്ക് ഞാൻ 2-3 ഹോംവർക്ക് തരാം. നിങ്ങൾക്ക് പിന്നെ ചെയ്താൽ മതി. ഇല്ല, ഹോംവർക്കൊന്നുമില്ല. ഹംന L plus L minus കിട്ടിയോ? ഓക്കെ, ഇത് ചെയ്യാൻ അറിയാലോ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇത് പിന്നെ ചോദിച്ചത്. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഇത് ഏതെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എന്നാ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളവര് ഇതിന്റെ ഉത്തരം എഴുതി വെച്ചേക്കുക, എന്നിട്ട് സ്പേസ് ഇടുക. തന്നെ ചെയ്യണേ. L plus L minus 4h cross square by 3 കിട്ടും. L minus L plus 4h cross square by 3 കിട്ടും. Expectation Lx square equal to 2h cross square. Expectation Ly square equal to 2h cross square. Expectation Lx square plus Ly square equal to 4h cross square. Sir, divided by 3 ഉണ്ടോ? ഇതിനോ? എല്ലാത്തിനും ഉണ്ടോ? Sir, 2h square by 3 വരുന്നത്. അതിന്റെ നോക്കട്ടെ. ചെയ്ത് നോക്കട്ടെ. Lx square equal to 3. പിന്നെ എവിടെ പോവാനാ? 3 ഉണ്ടാവും. L into h cross square L into L plus 1 minus m square which is equal to നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi equal to 1/√3 psi 1 plus 1/√3 psi 1 minus 1 plus 1/√3 psi 1 0. 1/3 ഉണ്ടാവും. ഇവിടെ എന്ത് കിട്ടും? 1 into 1 plus 1 h cross square cross square 1 into 1 plus 1 2 minus 1 divided by 3 plus h cross square plus
ഈക്വൽ ടു ഓക്കെ 2h ക്രോസ് സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. അവിടെ 3 ഉണ്ടേ, ഡിവൈഡ് ബൈ 3 ഉണ്ട്. Sir, L minus L plus L minus L plus 4h ക്രോസ് സ്ക്വയർ ബൈ 3. ഇതല്ലാതെ വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? Sir, അതൊന്ന് ചെയ്യൂ. ആ പ്രോബ്ലം അതൊന്ന് ചെയ്യൂ. ചെയ്യാം. എക്സ്പെക്ടേഷൻ L മൈനസ് L പ്ലസ്, അതിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് h ക്രോസ് സ്ക്വയർ L ഇൻറ്റു L പ്ലസ് 1 മൈനസ് m ഇൻറ്റു m പ്ലസ് 1. ഓക്കെ, നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi ഈക്വൽ ടു 1/√3 psi 11 പ്ലസ് 1/√3 psi 1 മൈനസ് 1 പ്ലസ് 1/√3 psi 10, which is equal to 1 into 1 plus 1 h cross square 2 minus 2 കിട്ടും into 1/3 plus h cross square 2 കിട്ടും, 2 minus 0 എന്ന് കിട്ടും by 3 plus h cross square 2/3 equal to 4h cross square by 3 എന്ന് കിട്ടൂല. ലാസ്റ്റ് ടൈം h cross square into 2/3 വന്നത് അതായത് ലാസ്റ്റത്തെ ടൈം 0 അല്ലേ, അത് 0 ആവും. സെക്കൻഡ് ടൈം വന്നത് ഇവിടെ -1 പ്ലസ് 1 അല്ലേ വരിക. ഇതല്ലേ നമ്മുടെ ഐഗൺ വാല്യൂ, h ക്രോസ് സ്ക്വയർ L ഇൻറ്റു L പ്ലസ് 1 മൈനസ് m ഇൻറ്റു m പ്ലസ് 1. അപ്പൊ ആ -1 പ്ലസ് 1 0 ആവില്ലേ? അത് ഈ ടൈം 0 ആവും, ഫസ്റ്റ് ടൈം കിടക്കൂലോ. ഓക്കെ, ഇനി നമുക്ക് ആംഗുലർ മൊമെന്റ് ഓപ്പറേറ്ററിലെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാം. അതായത് നമ്മൾ ഇപ്പൊ ചെയ്ത എക്സ്പെക്ടേഷൻ L സ്ക്വയർ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ LZ, ഈ LZ ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ ഈ സ്റ്റേറ്റ് മാറില്ല, ഈ സ്റ്റേറ്റ് ഇങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. LML കൂടെ സം കോൺസ്റ്റന്റ് ഐഗൺ വാല്യൂ വരും, അതാണ് നമ്മൾ ലാംഡ എന്ന് പറഞ്ഞ് വിളിച്ചത്. ഉദാഹരണത്തിന് L മൈനസ് L പ്ലസും ഇപ്പൊ ചെയ്താണല്ലോ. L മൈനസും L പ്ലസും ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്യാണ്, LML. ഈ L പ്ലസ് ഈ സ്റ്റേറ്റിനെ ഒന്ന് കൂട്ടും, ഈ L മൈനസ് ഈ സ്റ്റേറ്റിനെ, അതായത് ഇപ്പം L പ്ലസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, L പ്ലസ് ഇൻറ്റു സം കോൺസ്റ്റന്റ് അല്ല അതിന്റെ ഐഗൺ വാല്യൂ, L പ്ലസിന്റെ ഐഗൺ വാല്യൂ ഇൻറ്റു L ഇൻറ്റു ML പ്ലസ് 1. ഈ L മൈനസ് വീണ്ടും ഇവിടെ ആക്ട് ചെയ്താൽ ഈ സ്റ്റേറ്റിനെ, കൂടിയ സ്റ്റേറ്റിനെ കുറയ്ക്കും. അപ്പൊ നമുക്കൊരു സം ഐഗൺ വാല്യൂ കിട്ടും, L മൈനസ് ഇൻറ്റു, അത് L മൈനസ് ലാംഡ മൈനസ് ആണെന്ന് വിചാരിക്കുക. L മൈനസ് ആക്ട് ചെയ്യുമ്പോൾ L മൈനസ് L പ്ലസ്, സോറി ലാംഡ മൈനസ് ലാംഡ പ്ലസ് ഇൻറ്റു LML. ഇത് തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഒറ്റ സിംഗിൾ ബേസിസ് എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതിന്റെ ഉദാഹരണത്തിന് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് L പ്ലസും L മൈനസും കണ്ടെത്താൻ പോവാം. ഇൻ സ്റ്റേറ്റ് psi 12 അല്ലെ psi LML നമ്മൾ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ബ്രാ psi LML L പ്ലസ് L മൈനസ് കെറ്റ് psi LML.
എൽ മൈനസ് ആദ്യം ഈ എം എല്ലിനെ ഒന്ന് കുറയ്ക്കും. ഒരു കോൺസ്റ്റന്റ് കിട്ടും, സി മൈനസ് ആണെന്ന് വിചാരിക്കാം. സൈ എൽ എം എൽ മൈനസ് 1. ഇനി എൽ പ്ലസ് ആക്ട് ചെയ്യുമ്പോൾ എം എൽ മൈനസ് 1നെ കൂട്ടും. എം എൽ മൈനസ് 1നെ കൂട്ടിയാൽ തിരിച്ച് എം എല്ലിലേക്ക് ചെല്ലും. സൈ എൽ എം എൽ. അതിന്റെ കോൺസ്റ്റന്റ് സി പ്ലസ് സി മൈനസ് സൈ എൽ എം എൽ. ദെൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ കോൺസ്റ്റന്റിനെ വെളിയിലിട്ടാൽ സൈ പ്ലസ് സി മൈനസ് ഇൻറ്റു സൈ എൽ എം എൽ സൈ എൽ എം എൽ. ഇത് ഇന്നർ പ്രൊഡക്റ്റ് ആണ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സം സ്റ്റേറ്റ്. ഈ രണ്ട് സ്റ്റേറ്റും സെയിം ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എക്സ്പെക്ടേഷൻ സൈ ഐ സൈ എഫ്. ഐയും എഫും സെയിം ആകുമ്പോൾ മാത്രമേ ഇതിന്റെ വാല്യൂ 1 ആവുള്ളൂ. ഐയും എഫും ഡിഫറെന്റ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. നമ്മൾക്ക് കിട്ടിയ ഈ സി പ്ലസും സി മൈനസും ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ഓഫ് എൽ പ്ലസ് എൽ മൈനസ്. ഞാനിത് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ് psi equal to a psi 1 plus b psi 2. നമ്മൾ എൽ പ്ലസും എൽ മൈനസും ആക്ട് ചെയ്യിച്ചപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ഇൻറ്റു മോഡ് എ സ്ക്വയർ പ്ലസ് ഐഗൺ വാല്യൂ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. ഇങ്ങനെയല്ലേ എഴുതിയത്? ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത് എഴുതിയെടുക്കൊന്നും വേണ്ട. ഐഗൺ വാല്യൂ ഇൻറ്റു മോഡ് എ സ്ക്വയർ പ്ലസ് ഐഗൺ വാല്യൂ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. ഇവിടെ മോഡ് എ സ്ക്വയറും മോഡ് ബി സ്ക്വയറും എഴുതാൻ കാരണം എന്താ അറിയോ? ഈ എൽ പ്ലസും എൽ മൈനസും ഈ സൈ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിനെ മാറ്റില്ല. ഞാൻ ഈ എക്സ്പെക്ടേഷൻ എൽ പ്ലസ് എൽ മൈനസ് ഇൻ ടേംസ് ഓഫ് സക്സസീവ് സ്റ്റേറ്റ്സ് എഴുതുവാണെങ്കിൽ എങ്ങനെ കിട്ടും? സൈ 1 മോഡ് എ 1 സ്ക്വയർ, ഞാൻ ഇതിനെ ബ്രാക്കറ്റിലേക്ക് മാറ്റി, പ്ലസ് സൈ 2 മോഡ് അല്ല സൈ 2 ബി 1 ഇല്ലല്ലോ, എ 1 ഇല്ല, എ സ്റ്റാർ പ്ലസ് psi 2 b star, then L plus L minus A psi 1 plus B psi 2. psi 1 A സ്റ്റാർ കോൺസ്റ്റന്റ് ഞാൻ വെളിയിലെടുക്കുകയാണ്. ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഞാൻ എ സ്റ്റാറിനെ വെളിയിലെടുത്തു. നിങ്ങൾക്ക് അപ്പം എ സ്റ്റാർ എ ഫസ്റ്റ് ടൈമിൽ എ സ്റ്റാർ എ ഉണ്ടാവും, മോഡ് എ സ്ക്വയർ ഉണ്ടാവും, സൈ 1 എൽ പ്ലസ് എൽ മൈനസ് സൈ 1 ഫസ്റ്റ് ടൈം അങ്ങനെ കിട്ടും. ദെൻ അടുത്ത ടൈം എങ്ങനെ കിട്ടും? ഇത് എൽ പ്ലസ് എൽ മൈനസ് ലാസ്റ്റ് ടൈം. അവിടെ എ സ്റ്റാർ ബി ഉണ്ടാകും, സൈ 1 എൽ പ്ലസ് എൽ മൈനസ് സൈ 2 പ്ലസ് പിന്നെന്തുണ്ടാവും? പിന്നെ ഈ ടൈം എടുക്കും, ഈ ടൈം സെന്റർ. അവിടെ ബി സ്റ്റാർ എ നമുക്ക് വെളിയെടുക്കാൻ പറ്റും. സൈ 2 എൽ പ്ലസ് എൽ മൈനസ് സൈ 1 പ്ലസ് അടുത്തത് മോഡ് ബി സ്ക്വയർ വരും. അതായത് ഇത് സെന്ററിലെ ടൈം ലാസ്റ്റ് ടൈം, മോഡ് ബി സ്ക്വയർ സൈ 2 എൽ പ്ലസ് എൽ മൈനസ് സൈ 2. ഞാനിപ്പോ പറഞ്ഞായിരുന്നു എൽ പ്ലസും എൽ മൈനസും നമ്മുടെ ഓപ്പറേറ്റർ എൽ പ്ലസും എൽ മൈനസും ആണെങ്കിൽ, എൽ പ്ലസ് ഇൻറ്റു എൽ മൈനസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും?
some constant mod a square, some eigenvalue lambda 1 into expectation psi1 കിട്ടും. ഈ ടേം എൽ പ്ലസും എൽ മൈനസും നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റില്ല. ഇത് ഇവിടെ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ psi2 തന്നെയായിട്ട് കിടക്കും. അവിടെ നമുക്ക് എന്ത് കിട്ടും? എ സ്റ്റാർ ബി. ശ്രദ്ധിക്കണം, അടുത്ത പ്രോബ്ലം ചെയ്യാൻ ഇത് ആവശ്യമുണ്ട്. എ സ്റ്റാർ ബി psi2 എ സ്റ്റാർ ബി ലാംഡ 2. ഓക്കെ, ഞാൻ അവിടെ ലാംഡ 1 2 എഴുതാൻ പോവാ. ലാംഡ 1 2 ഇതിന്റെ ആണല്ലോ. ലാംഡ 1 2 ഇന്നർ പ്രൊഡക്റ്റ് psi1 psi2 എന്ന് കിട്ടും. ഇവിടെ psi2 ഇങ്ങനെ തന്നെ കിടക്കാൻ കാരണം എൽ പ്ലസ് എൽ മൈനസ് ഇതിനെ ഒന്നും ചെയ്യില്ല, സം ഐഗൻ വാല്യൂസ് തരും, അത്രേ ഉള്ളൂ. പ്ലസ് അടുത്ത ടേം ബി സ്റ്റാർ എ, അവിടെയുള്ള ലാംഡ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ psi21 ഇന്നർ പ്രൊഡക്റ്റ് psi2 ലാംഡ 21 ഇന്നർ പ്രൊഡക്റ്റ് psi2 psi1 പ്ലസ് അടുത്തുള്ള മോഡ് ബി സ്ക്വയർ ലാംഡ 2 തന്നെയാണല്ലോ, ഞാനപ്പോൾ അതിനെ ലാംഡ 2 എന്ന് എഴുതി, മോഡ് psi2 ഇതില് ഈ ടേം ഇന്നർ പ്രൊഡക്റ്റ് psi1 psi2 എന്താ? 0 ആണ്, ഇതും 0 ആണ്. നിങ്ങൾക്ക് ബാക്കി എക്സിസ്റ്റ് ചെയ്യുക മോഡ് എ സ്ക്വയർ ലാംഡ 1 ഇന്നർ പ്രൊഡക്റ്റ് psi1 psi1 എന്താ? സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 വരും, ഇൻറ്റു 1 പ്ലസ് മോഡ് ബി സ്ക്വയർ ലാംഡ 2. ഇതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? സമ്മേഷൻ ഓവർ ഐ ലാംഡ ഐ പി ഐ എന്ന് എഴുതിയത്. ലാംഡ ഐ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ, പി ഐ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. ഇങ്ങനെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഓപ്പറേറ്ററിന്, നമ്മൾ എടുത്ത ഓപ്പറേറ്റേഴ്സ് എ ഈക്വൽ ടു ലാംഡ പ്ലസ് ലാംഡ മൈനസ്, അല്ലെങ്കിൽ എ ഈക്വൽ ടു എൽ ഇസഡ്, അല്ലെങ്കിൽ എ ഈക്വൽ ടു എൽ സ്ക്വയർ, ഇതിനൊന്നിനും നമ്മുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല. ഓർമ്മയുണ്ടാവണം, ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത ദിവസം ഇത് ചെയ്യുള്ളൂ, നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ പ്ലസ് ആക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ psi ഈക്വൽ ടു എ psi1 പ്ലസ് ബി psi2. ഇതിലേക്ക് എൽ പ്ലസ് ആക്ട് ചെയ്യാൻ പോവാണ്. എൽ പ്ലസ് എൽ എം എൽ ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? എല് എം എൽ പ്ലസ് 1 ആകും, സ്റ്റേറ്റ് മാറും. ഈ കേസ് നമ്മൾ ചെയ്യുമ്പോൾ, ഉദാഹരണം എക്സാമ്പിൾ, എ psi11 പ്ലസ് ബി psi10. ഓക്കെ, ഇതിൽ നമ്മൾ എൽ പ്ലസ് ആക്ട് ചെയ്യിപ്പിച്ചു. നമുക്ക് എക്സ്പെക്ടേഷൻ കണ്ടെത്തണം, എൽ പ്ലസിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്തണം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ബ്രാ വെക്ടർ psi11 എ സ്റ്റാർ പ്ലസ് psi10 ബി സ്റ്റാർ എൽ പ്ലസ് എ psi11 പ്ലസ് ബി psi10. ഇനി ആക്ട് ചെയ്യിക്കാൻ പോവാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ psi11 എൽ പ്ലസ് psi11 എൽ പ്ലസ് psi11.
that psi11 plus psi11 ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഞാൻ എ സ്റ്റാറും എയും അത് ഞാൻ കോമൺ വെളിയിലെടുത്തു. എ സ്റ്റാറും എയും. ഇനി ഇത് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് എ സ്റ്റാർ ബി എന്ന് കിട്ടും. psi11 L plus psi10 പ്ലസ് ഇനി ഇത് ചെയ്യാൻ പോവാണ്. psi10 ഇവിടെ കോമൺ ആയിട്ട് എന്ത് വരും? ബി സ്റ്റാർ എ വെളിയിൽ വരും. ബി സ്റ്റാർ എ psi10 L plus psi11 പ്ലസ് അടുത്തത് ബി സ്റ്റാർ ബി വരും. psi10 L plus psi10. ഓക്കെ, എൽ പ്ലസ് നിങ്ങൾ ഇവിടെ എൽ പ്ലസ് ആക്ട് ചെയ്താൽ 0 എന്ന് കിട്ടും. കാരണം എന്താ? എല് എം എൽ, എല്ലിന് 1 വന്നാൽ എം എല്ലിന് വരാൻ പറ്റുന്ന വാല്യൂസ് -1 0 1 ആണ്. നിങ്ങൾ എൽ പ്ലസ് ആക്ട് ചെയ്യിക്കുമ്പോൾ നെക്സ്റ്റ് എം എൽ വാല്യൂവിലേക്ക് പോകണം. ഇവിടെ മാക്സിമം എം എൽ വാല്യൂ ആണ് വന്നേക്കുന്നത്. ഇനി എൽ പ്ലസ് ആക്ട് ചെയ്താൽ വേറെ സ്റ്റേറ്റിലേക്ക് പോകാനില്ല. അപ്പൊ ഇത് 0 എന്ന് കിട്ടും. ഇവിടെ ഇനി എൽ പ്ലസ് ആക്ട് ചെയ്താലോ നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് ഏതാ? psi10യുടെ നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഹയർ എം എൽ വാല്യൂ psi11 ആണ്. നിങ്ങൾക്ക് അപ്പം ഈ ടേം എക്സിസ്റ്റ് ചെയ്യും. എ സ്റ്റാർ ബി psi11 സം ഐഗൺ വാല്യൂ എൽ പ്ലസ് വരും ഇൻറ്റു psi11 പ്ലസ് ഈ ടേമിൽ ആക്ട് ചെയ്താലോ എൽ പ്ലസ് psi11 ആക്ട് ചെയ്താൽ 0 എന്ന് കിട്ടും. ഇവിടെ psi11 തന്നെ അല്ലേ? അതെ. ഈ ടേമോ എൽ പ്ലസ് ആക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇത് 0 എന്ന് കിട്ടും. ആദ്യം 0 എന്ന് കിട്ടി. 0 പ്ലസ് ഈ സ്റ്റേറ്റിൽ ആക്ട് ചെയ്താലോ ബി സ്റ്റാർ ബി psi10 എൽ പ്ലസ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് സം എൽ പ്ലസ് കിട്ടും. സം കോൺസ്റ്റന്റ് ഐഗൺ വാല്യൂ ഇൻറ്റു psi11. psi10യുടെ നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ് psi11 ആണ്. ഞാൻ ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് λ1ഉം അത് രണ്ടും വെളിയിലേക്ക് എടുക്കാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഇനി 0 എഴുതുന്നില്ല. എ സ്റ്റാർ ബി ഇൻറ്റു ലാംഡ പ്ലസ് എക്സ്പെക്ടേഷൻ psi11 കിട്ടും. പ്ലസ് അടുത്ത ടൈം 0 പ്ലസ് ബി സ്റ്റാർ ബി λ1 പ്ലസിനെ ഞാൻ വെളിയിലേക്ക് എടുത്തു. എവിടെയെങ്കിലും ആകട്ടെ. ഇതൊരു കോൺസ്റ്റന്റ് λ1 λ2 ഓക്കെ λ പ്ലസ് ഇൻറ്റു psi10 കിട്ടും. ഈ ടേം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ആയില്ലേ? psi10യും psi11 അല്ലേ? ഇത് 0 ആയി പോകും. ദെൻ എക്സിസ്റ്റ് ചെയ്യുക എ സ്റ്റാർ ബി λ പ്ലസ് ആയിരിക്കും. ഇത് ഐഗൺ വാല്യൂ, കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ. ഇത് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ്, ബി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനിഷ്യൽ സ്റ്റേറ്റിന്റെ കോഎഫിഷ്യന്റ്, ഫൈനൽ സ്റ്റേറ്റിന്റെ കോഎഫിഷ്യന്റ്, ഇനിഷ്യൽ സ്റ്റേറ്റിന്റെ കോഎഫിഷ്യന്റ്. അതായത് നമ്മള് ലാംഡ എൽ പ്ലസ് ആക്ട് ചെയ്യുന്നത് psi10യിലാണ്. ഇതായിരുന്നു ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനിഷ്യൽ സ്റ്റേറ്റ്
ഫൈനൽ സ്റ്റേറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് തെറ്റിപ്പോയില്ലോ. അല്ലല്ല, ഇതായിരുന്നു ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എ സ്റ്റാർ ആയിരുന്നു. അതാണ് ഇവിടെ എ സ്റ്റാർ. തെറ്റിപ്പോയോ? ഞാൻ എ psi11 വേവ് ഫംഗ്ഷൻ എടുത്തത് എ psi11 പ്ലസ് ബി psi10 എന്നാണ്. ഓക്കെ. ദെൻ എൽ പ്ലസ് ആക്ടിങ് ഓൺ 10 അതായത് ഇനിഷ്യൽ സ്റ്റേറ്റ്. ആദ്യത്തെ എൽ പ്ലസ് ആക്ട് ചെയ്തത് psi10 അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ബി ആണ്, ഇനിഷ്യൽ സ്റ്റേറ്റ്. ദെൻ അത് വരുന്നത് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് psi11 അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എ സ്റ്റാർ ആണ്, എ ആണ് അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. അതാണ് ഇത്. ഇതൊന്നും എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഞാൻ എഴുതാൻ പോകുന്ന ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. പ്രോബബിലിറ്റി ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ കോഎഫിഷ്യന്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് കോംപ്ലക്സ് സ്റ്റാർ into coefficient of initial state. Then expectation value of the operator equal to lambda s summation over I lambda I into pi. ഇവിടെ pi എന്ന് പറയുന്നത് psi final star into coefficient of final star into കോഎഫിഷ്യന്റ് ഓഫ് ഇനിഷ്യൽ. ഇത് ഓർത്തിരിക്കണം. നമുക്ക് മറ്റേതിലും ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ഫൈനൽ സ്റ്റേറ്റും ഇനിഷ്യൽ സ്റ്റേറ്റും സെയിം ആയതുകൊണ്ട് അത് മോഡ് ആയിരുന്നേ ഉള്ളൂ, മോഡ് കോഎഫിഷ്യന്റ് സ്ക്വയർ ആയിരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ആംഗുലർ മൊമെന്റ് ഓപ്പറേറ്ററിൽ മെയിൻ ആയിട്ടുള്ള ഇതാ, മിക്കവാറും ഇതായിരിക്കും ചോദിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞു.